ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും മൗനരാഗം സീരിയലിന്റെ വീക്കെൻഡ് പ്രൊമോ റിവ്യൂയിലേക്ക് തന്നെ സ്വാഗതം കേട്ടോ. ചാനൽ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ കിരൺ സരയുവിന്റെ അടുത്തേക്ക് വരുവാണ്. സരയു എന്തോ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം പറയാൻ വേണ്ടിട്ട് വരാൻ പറഞ്ഞുകൊണ്ടാണ് കിരൺ ഓടി പോണ കേട്ടോ. അപ്പൊ സരയുവിനോട് പറയണ്ടേടി, നിനക്ക് 17 വയസ്സല്ലേ ആയിട്ടുള്ളൂ, നിനക്ക് ഇനിയും വിവാഹവും കാര്യങ്ങളൊക്കെ കഴിച്ച് നീ സുഖമായിട്ട് ജീവിക്കണം. എടാ, എന്റെ മോളെ നീ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്, എന്നെ നന്നായിട്ട് കെയർ ചെയ്യുന്നുണ്ട് നീ. അതിലൊക്കെ ഞാൻ ശരിക്കും പറഞ്ഞാൽ വല്ലാത്തൊരു സന്തോഷം അനുഭവിക്കുന്നുണ്ട്. ഇപ്പോ എനിക്കൊരു ആളെ മനസ്സിൽ ഇഷ്ടമാണെന്ന് പറയാണ്. ആഹാ, നല്ല കാര്യം. നീ ആരാന്ന് പറ, ഈ വിഷുവിന് മുമ്പ് നിന്റെ വിവാഹം നടത്തി തന്നിരിക്കും എന്ന് പറയാണ്. ഉറപ്പാണോ? ഉറപ്പായിട്ടും നീ വിചാരിച്ച അത് നടക്കോടാ എന്ന് സരയു പറയുമ്പോ കിരൺ പറയുന്നുണ്ട്, നീ ആളാരാന്ന് പറ, അതിനുശേഷം എങ്ങനെയാണ് വിവാഹം നടത്തുന്നത് നീ നോക്കിക്കോ എന്ന് പറയണം. അത് കേൾക്കുമ്പോ സരയു പറഞ്ഞിടാ, ഞാൻ ചെറുപ്പം മുതൽ ഒരാളെ മാത്രമേ മനസ്സിലിട്ട് നടന്നിട്ടുള്ളൂ, വർഷങ്ങളോളം ഒരാളെ മാത്രമേ പ്രണയിച്ചിട്ടുള്ളൂ. അതിനിടക്ക് എന്റെ ജീവിതത്തിലേക്ക് താളം തെറ്റിക്കാൻ വേണ്ടി മനോഹർ വന്നു. ആ സമയത്ത് മാത്രമേ ഞാൻ വേറൊരാളെ മനോഹറിനെ സ്നേഹിച്ചിട്ടുള്ളൂ. പക്ഷെ അവൻ പോയതിനു ശേഷം നിന്റെ കെയറിങ്ങും നിന്റെ സ്നേഹവും ഒക്കെ കാണുമ്പോൾ വീണ്ടും എനിക്ക് നിന്നോടുള്ള സ്നേഹം കൂടി വരുവാണ്. അതേ കിരണെ, ഞാൻ നിന്നെയാണ് സ്നേഹിക്കുന്നത്. ചെറുപ്പം മുതൽ എന്റെ മനസ്സിൽ നീ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോഴും അങ്ങനെ തന്നെയാ കിരണെ, എനിക്ക് അത്രമാത്രം നിന്നെ ഇഷ്ടമാണ്. നീ ഇല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റില്ല കിരണെ എന്ന് സരയു പറയാണ്. ഇത് കേൾക്കണ കിരൺ ചോദിക്കണ്ട്, സരയു നീ എന്തൊക്കെയാണ് ഈ പറയണത്? നീ പറയുന്നത് എന്താന്ന് നിനക്ക് വല്ല ബോധമുണ്ടോ? നിനക്ക് വല്ല നിശ്ചയമുണ്ടോ? നീ പറഞ്ഞത് എന്താ? നിനക്ക് വല്ല ബോധമുണ്ടോ സരയു എന്ന് ചോദിക്കുകയാണ്. കിരൺ, ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാ പറയണത്, ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് കിരൺ. എടി, ഞാൻ കല്യാണിയുടെ ഭർത്താവാണ്, ഒരു കുഞ്ഞിന്റെ അച്ഛനാണ്. നീ എന്താ അതൊന്നും ആലോചിക്കാത്തത് എന്ന് ചോദിക്കുമ്പോഴേക്കും എനിക്ക് അതൊന്നും അറിയില്ല. നിനക്കറിയില്ല ഞാൻ ചെറുപ്പം മുതൽ നിന്നെ എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ടെന്ന്. നീ വെച്ചാൽ എനിക്ക് പ്രാന്തായിരുന്നു. പക്ഷെ നീ എന്താ ചെയ്തത്? ഞാൻ നിന്നെ സ്നേഹിക്കണം എന്ന് അറിഞ്ഞിട്ട് പോലും, ശരിയാ എനിക്ക് അഹങ്കാരവും എടുത്തുചാട്ടും എല്ലാം ആവശ്യത്തിൽ കൂടുതലായിരുന്നു. പക്ഷെ എങ്കിൽ പോലും നിന്നോടുള്ള പ്രണയം അതായിരുന്നില്ലേടാ എനിക്കല്ല, അതിന്റെയൊക്കെ മൂല കാരണം അതായിരുന്നില്ലേ? എന്നിട്ട് നീ എന്നെ മറന്നിട്ട് കല്യാണിനെ സ്നേഹിച്ചില്ലടാ, അതല്ലേടാ ഞാൻ മനോഹരന്റെ അടുത്തേക്ക് വഴിതെറ്റി പോകാൻ കാരണം. കിരണെ, എനിക്ക് നീലത് ജീവിക്കാൻ പറ്റില്ല കിരണെ, എനിക്ക് നിന്നെ തന്നെ വേണം. സരു, ഈ സംസാരം ഇവിടെ നിർത്തിക്കോ, ഇല്ലാന്നുണ്ടെങ്കിൽ ഞാനും നീയും തമ്മിൽ വീണ്ടും തെറ്റേണ്ടി വരും, അതിനെനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് കിരൺ അവിടുന്ന് പോവാണ്. സരയു കരഞ്ഞുകൊണ്ട് കട്ടിലിൽ തന്നെ ഇരിക്കാട്ടോ. കിരൺ നിലത്തേക്ക് വരുമ്പോഴേക്കും താര അവിടെ നിൽക്കുന്നുണ്ട്. താരയെടുത്ത് കിരൺ ചോദിക്കേണ്ടോ, ഓഹോ താരാന്റിക്ക് അപ്പൊ എല്ലാം നേരത്തെ മനസ്സിലായതാണല്ലേ, മനഃപൂർവ്വം പറഞ്ഞില്ലല്ലേ? എങ്ങനെയാ താരാന്റി, നേരത്തെ തോന്നിയപ്പോ തന്നെ ഞങ്ങളോട് പറയാൻ പാടില്ലായിരുന്നോ? ഒരു വാക്ക് ഞങ്ങളോട് പറഞ്ഞതെങ്കിൽ ഞങ്ങൾ ആ സമയം തന്നെ അവളെ തിരുത്തിയാനെ. പക്ഷെ താരാന്റി പറഞ്ഞില്ല. എന്തിനാ താരാന്റി ഇതിങ്ങനെ മനസ്സിൽ വെച്ച് ഉള്ളിൽ വെച്ച് പെരുമാറിയത്? അതുകൊണ്ട് ഞങ്ങൾക്ക് എന്റെയും കല്യാണിന്റെ ജീവിതം തകർന്നു പോവാൻ പോയത്. താരാന്റിയുടെ മകളായിരിക്കും വലുത്, പക്ഷെ എനിക്ക് എന്റെ കല്യാണി തന്നെയാണ് വലുത്. താരാന്റി സമയം കിട്ടുമ്പോ മകളെ പറഞ്ഞ് മനസ്സിലാക്ക്. എല്ലാം അവൾ ഇനി ഇപ്പോഴും എന്നെ വേണമെന്ന് പറഞ്ഞിട്ട് ആഗ്രഹിച്ചിരിക്കുകയാണെങ്കിൽ അത് നല്ലതിനല്ല. ഇനി ഒരിക്കലും അവളുടെ ഒരു സഹായത്തിനും താരാന്റി എന്റെ അടുത്ത് വന്നേക്കരുത് എന്ന് പറഞ്ഞിട്ട് കിരൺ ദേഷ്യത്തിൽ തന്നെ അവിടെ നിന്ന് ഇറങ്ങി പോവാണ്. ആ സമയത്ത് താരയ്ക്ക് എന്ത് ചെയ്യണമെന്ന് അറിയില്ല. താരയെ ആകെ വിഷമിച്ചിരിക്കാട്ടോ. അതിനുശേഷം കിരൺ നേരെ വീട്ടിലേക്ക് എത്തുമ്പോഴേക്കും കല്യാണി ചോദിക്കുന്നുണ്ട്, കിരണേട്ട സരയു എന്തിനാ വിളിച്ചത്? അവളെന്താ അത്യാവശ്യ കാര്യമാണെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ കിരണേട്ടൻ ഇവിടുന്ന് പോയത്, അവൾ എന്തിനാ വിളിച്ചത് എന്ന് ചോദിക്കുകയാണ്. കിരൺ പറയണ്ട, അതൊന്നിനുമല്ല, അവളുടെ മോളെ നന്നിട്ട് നോക്കണമെന്നും അവളുടെ മോള് സ്കൂളിൽ ചേർക്കുമ്പോഴേക്കും അച്ഛന്റെ സ്ഥാനത്ത് എന്റെ പേര് വെക്കണമെന്നും ഒക്കെ പറയാൻ വേണ്ടിയാണ് അവള് വിളിച്ചത്. ഇത് അവൾ ഇതിനു മുമ്പ് ഒരു പ്രാവശ്യം പറഞ്ഞതല്ലേ, വീണ്ടും വീണ്ടും പറയാൻ വേണ്ടി കിരണേട്ടൻ എന്തിനാ വിളിച്ചത്? സത്യം പറ കിരണേട്ട, അവള് വേറെന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് വിളിച്ചതെന്ന് ചോദിക്കുമ്പോൾ കിരൺ ആ ഒരു കാര്യം പറയുന്നില്ല കല്യാണി അടുത്ത്. അപ്പൊ കല്യാണി പറഞ്ഞില്ല കല്യാണി, അവള് വേറൊന്നും പറയാനില്ല, ഇത് പറയാനാ വിളിച്ചത്. അവൾക്ക് മനസ്സിൽ വീണ്ടും എന്തോ ടെൻഷനും കാര്യങ്ങളൊക്കെ കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ട് ആ മോളുടെ കാര്യത്തിൽ ഒരു വല്ലാത്തൊരു എന്തോ ഒരു ബുദ്ധിമുട്ട് പോലെ അവൾക്ക്, അത് പറയാൻ വേണ്ടി പറഞ്ഞേൽപ്പിക്കാൻ വേണ്ടി എന്നെ വിളിച്ചതാണ്. ശരി എന്ന് പറഞ്ഞിട്ട് കല്യാണി അവിടെ പോവാണ്. കിരണിനാണെങ്കിൽ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നാണ്. കിരൺ ഈ കാര്യം ചന്ദ്രസേനോട് പറയണ്ട്, സരയു ഇങ്ങനെ വിളിപ്പിച്ച് തന്നെ ഇപ്പോഴും ഇഷ്ടമാണ്, തന്നെ കല്യാണം കഴിക്കണം എന്നൊക്കെ പറഞ്ഞുവന്ന്. അപ്പൊ ചന്ദ്രസേന പറഞ്ഞു, അവൾ എന്താണ് ഇങ്ങനെ, അവൾ ഒരിക്കലും മാറില്ലേ? എനിക്കറിയില്ല അച്ഛാ, ഞാൻ എന്റെ കല്യാണിനെ എന്ത് ചെയ്യണമെന്ന് അവൾ ഉദ്ദേശിക്കുന്നത്. കല്യാണി ഒഴിഞ്ഞിട്ട് അവളെ വീണ്ടും ഞാൻ ജീവിതത്തിലേക്ക് ക്ഷണിക്കണമെന്നൊക്കെയാ അവള് പറഞ്ഞത്. അവൾക്ക് മെന്റൽ ആണെന്ന് തോന്നണ അച്ഛാ, അവൾക്ക് ആ അസുഖം മാറിയിട്ടില്ല, അവൾക്ക് ആ മെന്റൽ ഉണ്ടല്ലോ അത് അവളുടെ മാറിയിട്ടില്ല അച്ഛാ, അവൾ ഇപ്പോഴും മെന്റൽ തന്നെയാണ് എന്ന് പറയാണ് കിരൺ കേട്ടോ. അപ്പൊ ചന്ദ്രസേന പറയണ്ട്, നോക്കാം അവളെ ഇനിയിപ്പൊ ഇങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ടോ നോക്കാം, അല്ലെങ്കിൽ നമുക്ക് വല്ല ചികിത്സയും നോക്കാം, അല്ലെങ്കിൽ വേറെ ഒന്നല്ല, അവൾക്ക് ചിലപ്പോ മാനസികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടാവുമായിരിക്കും, അതിന്റെ ഭാഗമായിട്ടൊക്കെ ചിലപ്പോൾ അവൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നത്. എന്തായാലും നമുക്ക് നോക്കാം മോനെ എന്നൊക്കെയാണ് ചന്ദ്രസേനും പറയണത്. അങ്ങനെ സരയു പിന്നെ 2 ദിവസത്തേക്ക് ഓഫീസിലൊന്നും പോകുന്നില്ല. കിരൺ തന്നെ അന്വേഷിച്ചു വരുമായിരിക്കും എന്നൊക്കെ പറഞ്ഞ്, യഥാർത്ഥ പ്രണയമാണെങ്കിൽ അന്വേഷിച്ചു വരുമെന്നൊക്കെ ഒരു സെറ്റപ്പിൽ സരയു ഇങ്ങനെ കിരണിനെയും കാത്തിരിക്കും വീട്ടിൽ തന്നെ ഇരിക്കുകയാണ്. സരയു അങ്ങനെ തന്നെ ഇരിക്കുന്നതേ ഉള്ളൂ. പക്ഷെ അതിനിടക്ക് രാഹുൽ പരോളിൽ
പരോളിൽ ഇറങ്ങുന്നുണ്ട്. 2 ആഴ്ചത്തെ പരോളിൽ രാഹുലും പുറത്തേക്ക് ഇറങ്ങാണ്. എല്ലാവരും പരോളിന് പുറത്തേക്ക് ഇറങ്ങുന്ന ഒരേ സമയം കേട്ടോ. രാഹുല് പരോളിന് പുറത്തിറങ്ങുമ്പോ തന്നെ ആദ്യം വിളിക്കുന്നത് സരയുവിനെയാണ്. സരയുവിനെ കാണണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സരയു രാഹുലിനെ കാണാൻ വേണ്ടി പുറത്തേക്ക് പോവാട്ടോ. അപ്പൊ സരയുവും രാഹുലും കൂടി സംസാരിക്കുമ്പോൾ സരയു പറയുന്നുണ്ട്, കിരണിനോട് ഞാൻ എന്റെ പ്രണയം വീണ്ടും തുറന്നു പറഞ്ഞു വെച്ച, എനിക്ക് കിരണില്ലാതെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് കിരണിനെ വേണമെന്നൊരു ആഗ്രഹം ഞാൻ അവനോട് തുറന്നു പറഞ്ഞു. എന്നിട്ട് അവൻ എന്തു പറഞ്ഞു നിന്നോട് എന്ന് രാഹുൽ ചോദിക്കുമ്പോഴേക്കും സരയു പറയുന്നുണ്ട്, അവന് ഒരു താല്പര്യമില്ല ചാ, പക്ഷേ എനിക്ക് അവനെ വേണോ വെച്ചാ, എനിക്ക് എങ്ങനെയെങ്കിലും അവനെ വേണം എന്ന് പറയാണ്. രാഹുൽ പറയുന്നുണ്ട്, മോളെ ഞാൻ 2 ആഴ്ച പരോളിനെയാണ് വന്നിരിക്കുന്നത്. എനിക്ക് 2 ഉദ്ദേശമാണ് ഉള്ളത്. ഒന്ന് ജയിലിൽ വെച്ച് മനോഹറിനെ ഇല്ലാതാക്കാണ്ട്, പക്ഷെ അതിനുള്ള സംഭവങ്ങൾ നടക്കുന്നില്ല മോളെ. ഞാൻ മാക്സിമം ട്രൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പൊ ഞാൻ പരോളിന് വന്നു തന്നെ എന്റെ മോളുടെ ആഗ്രഹം നിറവേറ്റി തരാനാണ്. കിരണിനെ നിനക്ക് വാങ്ങിച്ചു തരാൻ വേണ്ടിയാണ്, നേടിയെടുത്ത് തരാൻ വേണ്ടിയാണ് ഞാൻ വന്നത്. അച്ഛാ അത് ഞാൻ കല്യാണി ഇടങ്ങുതലയായിട്ട് ഇരിക്കുകയല്ലേ അച്ഛാ, പിന്നെ എങ്ങനെയാ അവൻ എന്നെ സ്നേഹിക്കുന്നത്, അവൻ എങ്ങനെയാ അച്ഛാ കല്യാണം കഴിക്കണത്? മോളെ ഒന്നാമത്തെ കാര്യം, നീ എന്തിനാ അവനോട് നിന്റെ ഇഷ്ടം തുറന്നു പറയാൻ പോയത്? ഇനിയിപ്പൊ കല്യാണിക്ക് എന്തെങ്കിലും സംഭവിച്ചാലും നീ ആണെന്നൊരു സംശയം അവന് ഉണ്ടാവില്ലേ? ഇപ്പൊ നീ അത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ കല്യാണി ഇപ്പൊ ഓട്ടോമാറ്റിക്കലി മരിക്കുകയാണെങ്കിൽ അവൻ നിന്നെ വിവാഹം കഴിക്കുമായിരുന്നു. എന്തായാലും നീ പറഞ്ഞത് പറഞ്ഞു. എന്തായാലും നീ നോക്കിക്കോ, കല്യാണിനെ ഈ 1 ആഴ്ചക്കുള്ളിൽ നിന്റെ അച്ഛൻ കൊന്നിരിക്കും. എന്നിട്ട് കല്യാണിയുടെ ആ അടിയന്തരവും കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് പോവുള്ളൂ. ശേഷം നിന്റെ കാര്യം ഞാൻ രൂപയെടുത്ത് പറയുകയും ചെയ്യും. നിന്റെയും കിരണിന്റെയും വിവാഹം അടുത്ത വർഷം നടത്തുകയും ചെയ്യും. എന്തായാലും 1 വർഷം അവൻ ദുഃഖം ആചരിച്ചിരിക്കട്ടെ. കല്യാണി പോയിന്റ് ഒരു വിഷമം ഉണ്ടാവുമല്ലോ. ഒരുപാട് കഷ്ടപ്പെട്ട് നേടിയെടുത്തതാണല്ലോ കല്യാണിനെ. അവന്റെ എന്തോ ഭാഗ്യം, എല്ലാ ഭാഗ്യത്തിനും കാരണം കല്യാണിയാണെന്നാണല്ലോ പറയണത്. അപ്പൊ ആ ഒരു ഭാഗ്യം പോകുമ്പോൾ 1 വർഷം ചിലപ്പോൾ അവൻ വിഷമിക്കുമായിരിക്കും. പക്ഷെ അതിനുശേഷം അവൻ സന്തോഷിക്കും. അവൻ സന്തോഷിക്കും നിന്നെ വിവാഹം കഴിക്കുമ്പോ. നീ കല്ലുമോനെയും അതുപോലെ നിന്റെ മോളെയും ഒരേപോലെ സ്നേഹിക്കുകയാണെങ്കിൽ ഒരു കുഴപ്പമില്ല. അച്ഛാ കല്ലുമോൻ അവന്റെ മോനല്ലേ, എനിക്ക് സ്നേഹിക്കാതിരിക്കാൻ പറ്റുമോ? എങ്കിൽ നീ ഒന്നുകൊണ്ട് പേടിക്കണ്ട, കിരണിനെ ഞാൻ നേടി തന്നിരിക്കും എന്ന് രാഹുൽ പറയാണ്. ശേഷം രാഹുൽ പരോളിലിറങ്ങിയ കാര്യം വേറെ ആരും അറിയുന്നില്ല കേട്ടോ. അത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് സരയു. അങ്ങനെ കല്യാണി ഒറ്റക്കാണ് സൈറ്റിലേക്ക് പോണത്. ഒറ്റക്ക് സൈറ്റിലേക്ക് പോകുന്ന കല്യാണിനെ പിടികൂടാൻ തന്നെ രാഹുല് ആ സൈറ്റിൽ ഒളിച്ചും പാത്തും നിൽക്കുന്നുണ്ടായിരുന്നു കേട്ടോ. കല്യാണി വണ്ടിയിൽ നിന്ന് ഇറങ്ങി, അവിടെ വേറെ ആരും ഇല്ല, കല്യാണി ഒറ്റയ്ക്കുള്ള ഡ്രൈവറും മാത്രമേ ഉള്ളൂ. അപ്പൊ ഡ്രൈവർ അവിടെ നിൽക്കാണ്, കല്യാണി അകത്തേക്ക് കയറാണ്. രാഹുല് കയ്യിലൊരു തോക്കോ എന്തോ കത്തിയോ എന്തോ ഒരു സംഭവം ഉണ്ട്, അതും പിടിച്ചിട്ട് ഒളിച്ചു നിൽക്കുക കേട്ടോ. കല്യാണി അകത്തേക്ക് കയറുമ്പോ കുറച്ചുകൂടെ അകത്തേക്ക് കയറാൻ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം പെട്ടെന്നൊന്ന് കുത്തോ വെടിവെക്കോ ചെയ്തിട്ട് ഓടിപ്പോവാം. പിന്നെ ആരെന്ത് ചെയ്താലും ആ ഗംഗപ്രസാദിന്റെ തലയിൽ ഇടാലോ എന്ന് വെച്ചിട്ടാണ് രാഹുൽ അങ്ങനെ ചെയ്യാൻ മുതിരണത്. അങ്ങനെ കല്യാണി അകത്തേക്ക് കയറുന്ന ആ സെക്കൻഡ് തന്നെ രാഹുൽ വേഗം തന്നെ കല്യാണിന്റെ മുഖത്ത് വായ അടച്ചു പിടിക്കുകയാണ്, ഒച്ച ഉണ്ടാക്കാതിരിക്കേണ്ട. ശേഷം കല്യാണിന്റെ പുറകെ കൂടി കത്തിയോ തോക്കോ എന്തോ ഉപയോഗിച്ച് കല്യാണിനെ എന്തോ അപായപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ആ കല്യാണി ഇങ്ങനെ ഞെട്ടി ഇങ്ങനെ കണ്ണ് രണ്ടും ഇങ്ങനെ തള്ളി നിൽക്കുന്ന ഭാഗവും കാണിക്കുന്നുണ്ട്. അപ്പൊ കല്യാണിക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ് നമുക്ക് ഇനിയിപ്പോ ഈ പ്രാവശ്യത്തെ ഈ ആഴ്ചത്തെ ഫുൾ എപ്പിസോഡിൽ നമ്മൾ കാണാൻ വേണ്ടി പോകട്ടെ. എന്തോ കല്യാണിക്ക് എന്തോ സംഭവിക്കുന്നുണ്ട്. ഇത് സ്വപ്നവുമല്ല, ഒറിജിനൽ ആയിട്ടൊരു കാര്യമാണ്. പക്ഷെ എന്തൊക്കെ സംഭവിച്ചാലും കിരൺ സരയുവിനെ കല്യാണം കഴിക്കാൻ പോകണമെന്നില്ല, അത് വേറെ കാര്യം. പിന്നെ ഇപ്പൊ കല്യാണിക്ക് എന്ത് സംഭവിച്ചാലും അതിന് പിന്നിൽ സരയു ആണെന്ന് കിരണ് നന്നായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് തന്നെ സരയുന് മിക്കവാറും മെന്റൽ ഹോസ്പിറ്റലിൽ ഇടാനും ചാൻസ് ഉണ്ട്. കാത്തിരുന്ന് കാണാം ഫ്രണ്ട്സ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ രാവിലെ കാണാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ, ബൈ ബൈ.